നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM ഭരിക്കുന്ന ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ BJP. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ ലക്ഷക്കണക്കിന് രൂപ അർബൻ ബാങ്കിലൂടെ കടത്തിയെന്ന് സന്ദീപ് വാര്യർ. ബാങ്ക് ഭരണസമിതിയുടെയും അയ്യപ്പൻകാവ് ഭരണസമിതിയുടെയും ഒത്താശയോടെയാണ് തട്ടിപ്പെന്നും അന്വേഷണം വേണമെന്നും സന്ദീപ് വാര്യർ. BJP പറയുന്ന അക്കൗണ്ട് നിലവിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് അയ്യപ്പൻകാവ് ദേവസ്വം. സംസ്ഥാനത്തെ നഗരസഭകളിൽ വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. കുടിശ്ശികയായ നികുതി ഗഡുക്കളാക്കി അടയ്ക്കാം. പിഴപ്പലിശ അടച്ചവർ എന്തു ചെയ്യണമെന്ന ഉത്തരവിലില്ല. റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പുഴയ്ക്കുമിടയിലുള്ള ഒറ്റപ്പാലം പള്ളം ഭാഗത്തെ ആളുകളുടെ യാത്രാ ദുരിതം. പാത മുറിച്ചു കടക്കാതെ പോകാൻ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും സർക്കാരിനെ സമീപിച്ചു. പദ്ധതിക്ക് റെയിൽവേയും കനിയണം. പെരിന്തൽമണ്ണ പാണമ്പിയിൽ 8 ഭവനരഹിതർക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകും. പീപ്പിൾസ് വില്ലേജ് എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. കൊപ്പം വളാഞ്ചേരി പാതയിൽ കൈപ്പുറത്ത് പാചകവാതക ലോറി മറിഞ്ഞ അപകടം. വാതകം ചോരാതിരുന്നത് വലിയ ദുരന്തമൊഴിവാക്കി. വിശദമായ വാർത്തകളിലേക്ക്. CPM ഭരിക്കുന്ന ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ BJP. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ ലക്ഷക്കണക്കിന് രൂപ അർബൻ ബാങ്കിലെ വ്യാജ അക്കൗണ്ടിലൂടെ കടത്തിയെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ. അർബൻ ബാങ്കിന്റെയും അയ്യപ്പൻകാവിന്റെയും ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നടന്നിരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അയ്യപ്പൻകാവുമായി ബന്ധപ്പെട്ട മുൻകാല ഓഡിറ്റ് റിപ്പോർട്ട് തെളിവായി കാട്ടിയാണ് ചെർപ്പളശ്ശേരി അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുണ്ടാക്കി പണം തട്ടിയെന്ന ആരോപണം സന്ദീപ് വാര്യർ ഉയർത്തിയത്. ഈ അക്കൗണ്ട് സംബന്ധിച്ച് അയ്യപ്പൻകാവിന്റെ മുൻകാല ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശം പോലുമില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം, സൺ ഓഫ് ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം, ചെർപ്പളശ്ശേരി എന്ന പേരിലാണ് അക്കൗണ്ട്. ഇതിലേക്ക് വന്ന പണമൊക്കെ എവിടേക്ക് പോയി എന്നതിൽ അന്വേഷണം വേണം. ഇത്തരത്തിൽ ഒന്നിലേറെ വ്യാജ അക്കൗണ്ടുകൾ ഉള്ളതായി സംശയിക്കുന്നതായും സന്ദീപ് വാര്യർ പറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ അയ്യപ്പൻകാവിൽ അയ്യപ്പ ഭക്തർ കൊടുക്കുന്ന, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുന്ന, പ്രാർത്ഥനയായി കൊടുക്കുന്ന വഴിപാട് പണം, ആ പണം ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ ഭരണസമിതിയിലെ ആളുകളും അതിൻ്റെ മാനേജ്മെൻറ്റിലെ ആളുകളും ജീവനക്കാരും സഹകരണ അർബൻ ബാങ്കിലെ ജീവനക്കാരും ചേർന്ന് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത്. അയ്യപ്പൻകാവിൽ വഴിപാട് കൊടുക്കുന്ന, കാണിക്ക കൊടുക്കുന്ന പണം, അയ്യപ്പ ഭക്തന്റെ പണം ചെർപ്പളശ്ശേരിയിലെ സഹകരണ ബാങ്ക്, അർബൻ സഹകരണ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അനൗദ്യോഗികമായിട്ടുള്ള വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു. അർബൻ ബാങ്കിന്റെ ഭരണസമിതിയും അയ്യപ്പൻകാവ് ഭരണസമിതിയും മാനേജ്മെന്റും അറിയാതെ ഇതൊരിക്കലും നടക്കില്ല. അയ്യപ്പൻകാവ് ഭരണസമിതി അയ്യപ്പൻകാവിൽ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഓഡിറ്റിൽ, ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ കൈവശമുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എവിടെയും ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന അയ്യപ്പൻകാവിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു വിവരവും ഇല്ല. അത്തരമൊരു ബാങ്ക് അക്കൗണ്ട് ഉള്ളതായി ഓഡിറ്റ് റിപ്പോർട്ടിലില്ല. എന്നാൽ അയ്യപ്പൻകാവിലെ ഒരു ജീവനക്കാരൻ തൻ്റെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മലബാർ ദേവസ്വം ബോർഡിലേക്ക് രേഖ കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഓടിപ്പോയി അർബൻ ബാങ്കിൽ നിന്ന് അയ്യപ്പൻകാവുമായി നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ രേഖകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ, കുറ്റാന്വേഷണത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാചകമുണ്ട് പോലീസുകാരൊക്കെ പറയുന്നത്. നിങ്ങൾ എത്ര വിദഗ്ധമായിട്ടൊരു കുറ്റകൃത്യം ചെയ്താലും ഒരു തെളിവ് അവശേഷിക്കും. അതുപോലെ കുറ്റവാളികൾ ചെയ്തിട്ടുള്ള ഒരു അബദ്ധം, അതല്ലെങ്കിൽ അവരുടെ ഒരു കയ്യബദ്ധം, അതാണ് ഈ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത്. മലബാർ ദേവസ്വം ബോർഡിലേക്ക് ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി നന്ദകുമാർ എന്ന് പറയുന്ന ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ ജീവനക്കാരൻ അയച്ച രേഖകളിൽ അർബൻ ബാങ്ക്
അബദ്ധവശാൽ ഈ വ്യാജ അക്കൗണ്ടിൻ്റെ വിവരങ്ങളാണ് കൊടുത്തത്. ആ രേഖകൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ പോയി കിടന്നു. മറ്റൊരു കാര്യത്തിന് വിവരാവകാശ പ്രകാരം ഈ രേഖകൾ എടുത്തപ്പോഴാണ് ഇത്തരത്തിലൊരു അക്കൗണ്ട് അയ്യപ്പൻകാവ് ഭരണസമിതി ഓഡിറ്റ് റിപ്പോർട്ടിലില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടത്. വളരെ വിചിത്രമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ്. ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ പേര് ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം, സൺ ഓഫ് ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്. അയ്യപ്പൻകാവ് ദേവസ്വം, സൺ ഓഫ് അയ്യപ്പൻകാവ് ദേവസ്വം. ഇത് RTI പ്രകാരം സീലടിച്ച് കിട്ടിയിട്ടുള്ള രേഖയിലാണ് ഈ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ക്രമക്കേടുകൾ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയവരെ CI ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. CPM നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങി FIR ഇടാൻ പോലീസ് തയ്യാറാകുന്നില്ല. കരുവന്നൂർ പോലെ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ചെർപ്പളശ്ശേരിയിൽ ഉണ്ടാകരുത്. ക്രമക്കേട് നടത്തിയവരെ പുറത്താക്കാൻ ദേവസ്വം ബോർഡും അർബൻ ബാങ്കും നടപടികൾ സ്വീകരിക്കണം. ബാങ്കിലെ നിക്ഷേപകർ ഇപ്പോൾ ആശങ്കയിലാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് BJP രംഗത്തിറങ്ങും. CPMഉം ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ബെനാമി വായ്പാ ഇടപാടുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുമെന്നും സന്ദീപ് വാര്യർ ചെർപ്പളശ്ശേരിയിൽ പറഞ്ഞു. കരുവന്നൂരിലേതുപോലെ ആഴ്ചയിൽ 5000-ഓ 10,000-ഓ മാറിക്കിട്ടാൻ വേണ്ടി തങ്ങളുടെ നിക്ഷേപത്തിന് പിൻവലിക്കാൻ വേണ്ടി ടോക്കൺ എടുത്ത് പോയി കാത്തു നിൽക്കേണ്ട ഗതികേട് ചെർപ്പളശ്ശേരിയിലെ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടാകരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആശങ്കപ്പെടുന്നു. അന്വേഷണം വേണം. പക്ഷേ അന്വേഷണം നടത്തേണ്ടതാരാ? അന്വേഷണം നടത്തേണ്ട ചെർപ്പളശ്ശേരിയിലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന മുഴുവൻ പരാതിക്കാരെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടുത്തെ CI എന്താ അവൻ്റെ പേര്? ശശികുമാർ എന്ന് പറയുന്ന CI അർബൻ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു. പരാതികൾ FIR ഇടാൻ തയ്യാറാകുന്നില്ല. FIR ഇടാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ചെർപ്പളശ്ശേരിയിലെ പോലീസ്. CPMന്റെ ജില്ലാ നേതൃത്വത്തിന് വേണ്ടിയിട്ട് അയ്യപ്പൻകാവിൻ്റെ വിഷയത്തിൽ പരാതി കൊടുക്കാൻ പോയവരെ മാത്രമല്ല, മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് തട്ടിപ്പുകളിൽ പരാതി കൊടുക്കാൻ പോയവരെയും ഭീഷണിപ്പെടുത്തി. ഈ CIക്ക് ആരാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഭീഷണിപ്പെടുത്താൻ? എന്നിട്ട് പരാതി പറയാൻ പോയവരുടെ വിവരങ്ങൾ CPMന്റെ ആഫീസിലേക്ക് അയച്ചു കൊടുത്ത്, CPM നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്ത് പരാതികൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. സെറ്റിൽ ചെയ്യാൻ തയ്യാറല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു. സെറ്റിൽ ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഓഫറുകൾ കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവൻ മൂടി വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ചെർപ്പളശ്ശേരിയിലെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ചെർപ്പളശ്ശേരിയും പാലക്കാട് ജില്ലയും സാക്ഷ്യം വഹിക്കും. പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ചെർപ്പളശ്ശേരിയിൽ വരും ദിവസങ്ങളിൽ എത്തും. ആ സമരവുമായി മുന്നോട്ട് പോകാനാണ്, രാഷ്ട്രീയമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം കൂടി ഈ വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. BJP മണ്ഡലം പ്രസിഡന്റ് P. ജയൻ, ജനറൽ സെക്രട്ടറി K. ഹരിദാസ്, കോർ കമ്മിറ്റി അംഗം വിപിൻ പുളിങ്ങര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിന്റെ പേരിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ BJP പറയുന്ന അക്കൗണ്ട് നിലവിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് അയ്യപ്പൻകാവ് ദേവസ്വം. മുമ്പുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ അക്കൗണ്ട് വരാത്തത് പരിശോധിക്കാൻ വിട്ടുപോയതാണെന്നും അയ്യപ്പൻകാവ് ദേവസ്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിന്റെ പേരിൽ ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുണ്ടാക്കി പണം തട്ടിയെന്ന BJP നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണത്തിന് മറുപടിയായാണ് അയ്യപ്പൻകാവ് ദേവസ്വം വാർത്താക്കുറിപ്പിൽ മറുപടി നൽകിയത്. അയ്യപ്പൻകാവിൽ 25/6/2015 മുതൽ വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്ക് പരിഗണിച്ച് അന്നത്തെ മാനേജിംഗ് ട്രസ്റ്റി പൂവും പ്രസാദവും തീർത്ഥവും ചന്ദനവും നൽകുന്നതിനായി KS നാരായണൻ എന്നിവരെ 12/6/2015 മുതൽ പ്രാബല്യത്തിൽ നിയമിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന ദക്ഷിണയാണ് ഇവിടെ പ്രതിപാദിച്ച വിഷയം. ദക്ഷിണയായി ലഭിക്കുന്ന പണത്തിന് നിരീക്ഷണത്തിനായി ജീവനക്കാരിൽ നിന്ന് 3 പേരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ പണം നിക്ഷേപിക്കുന്നതിനായി KH നാരായണൻ ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ 5223 എന്ന നമ്പറിൽ SBI അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ഇതിൽ നിന്നാണ് ക്ഷേത്രത്തിൽ ശാന്തിക്കാരുടെ പ്രഭാത ഭക്ഷണം, പ്രസാദ വിതരണത്തിലുള്ള പൂവ്, കളഭം എന്നിവയും വാങ്ങിയിരുന്നത്.
ഈ അക്കൗണ്ട് കൂടുതൽ സുതാര്യമാക്കുന്നതിനായി 3/8/2018 മുതൽ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയും KH നാരായണനും കൂടിയ ജോയിന്റ് അക്കൗണ്ടാക്കി മാറ്റുകയും ചെയ്തു. ആകെ ലഭിച്ചു വരുന്ന ദക്ഷിണവരവിൽ നിന്നും മറ്റു ചിലവുകൾക്ക് പുറമെ ഇദ്ദേഹത്തിന് ദിവസം 400 രൂപയും ഒരു ദിവസം 1000 രൂപയ്ക്ക് മുകളിൽ ദക്ഷിണ ലഭിച്ചാൽ 500 രൂപ വേതനം നൽകുന്നതിനും ഇപ്രകാരം മതിയാകാതെ വരുന്ന സംഖ്യ ദേവസ്വത്തിൽ നിന്ന് നൽകുന്നതിനും തീരുമാനിച്ചിരുന്നു. പിന്നീട് 30/6/2023 ഈ അക്കൗണ്ട് റദ്ദ് ചെയ്ത് ദേവസ്വം അക്കൗണ്ടിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിൽ നിലവിൽ ഇത്തരം അക്കൗണ്ട് പ്രവർത്തിച്ചു വരുന്നില്ല. ദക്ഷിണവരവ് നിലവിൽ പൂർണ്ണമായും അക്കൗണ്ട് വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. പരാതി ഓഡിറ്റ് ഫണ്ട് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇത്തരം അക്കൗണ്ട് നൽകിയില്ല എന്നാണ്. ഈ അക്കൗണ്ട് പരിശോധിക്കാൻ വിട്ടുപോയതാണ് എന്നും തുടർന്നുവരുന്ന ഓഡിറ്റ് പരിശോധനയിൽ മുഴുവൻ രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണെന്നും അയ്യപ്പൻകാവ് ദേവസ്വം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം വിഷയത്തിൽ പിന്നീട് വിശദീകരണം നൽകാമെന്നായിരുന്നു കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് അധികൃതരുടെ പ്രതികരണം. സംസ്ഥാനത്തെ നഗരസഭകളിൽ വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. കുടിശ്ശികയായ നികുതി ഗഡുക്കളാക്കി അടയ്ക്കാനും ഉത്തരവിലുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിലേതടക്കം നിരവധി പേർക്ക് ഉത്തരവിന്റെ ആനുകൂല്യം ലഭിക്കും. നഗരസഭകളിലെ വസ്തുനികുതി പരിഷ്കരണ നടപടികൾ വൈകിയതാണ് വസ്തുനികുതി കുടിശ്ശികയാകാൻ കാരണം. നഗരസഭയുടെ വീഴ്ചയ്ക്ക് വസ്തുടമകൾക്ക് പിഴ ചുമത്തുന്നതിനെതിരെ മണ്ണാർക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. 2011 വസ്തുനികുതി പരിഷ്കരണ പ്രാബല്യ തീയതി 2016 ഏപ്രിൽ 1 നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ പല നഗരസഭകളും വസ്തുനികുതി പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കിയില്ല. 2022-2023 കാലഘട്ടത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ നഗരസഭകൾ 2016 മുതലുള്ള നികുതി കുടിശ്ശികയും പിഴപലിശയും ഈടാക്കി തുടങ്ങിയതോടെയാണ് വ്യാപക എതിർപ്പ് ഉയർന്നത്. 3 വർഷത്തിന് മുകളിലുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കി മണ്ണാർക്കാട് നഗരസഭ തീരുമാനമെടുത്തെങ്കിലും സർക്കാർ അംഗീകാരം നൽകിയിരുന്നില്ല. നികുതി കുടിശ്ശികയെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭയിൽ വ്യാപക പ്രതിഷേധവും കെട്ടിടമുടമകൾ കോടതിയെ സമീപിക്കലുമുണ്ടായി. സമാനമായ പ്രതിഷേധങ്ങളും എതിർപ്പുകളും സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിലും നടന്നു. ഈ സാഹചര്യങ്ങളെല്ലാം സർക്കാർ പരിഗണിച്ചാണ് നികുതി കുടിശ്ശികയുടെ പിഴപലിശ ഒഴിവാക്കാൻ ഉത്തരവായത്. വസ്തുനികുതി പരിഷ്കരണം പൂർത്തിയാക്കി ഡിമാൻഡ് നോട്ടീസ് നൽകിയ കാലയളവിന് മുമ്പുള്ള പിഴപലിശയാണ് ഒഴിവാക്കിയത്. കെട്ടിട ഉടമകൾ അടയ്ക്കേണ്ട പരിഷ്കരിച്ച നികുതി കുടിശ്ശിക അവർ ആവശ്യപ്പെടുന്ന പക്ഷം 2025 മാർച്ച് 31 മുമ്പ് ഗഡുക്കളായി അടയ്ക്കുന്നതിനും സർക്കാർ അനുമതി നൽകി. നേരത്തെ പിഴപലിശ അടച്ചവരുടെ കാര്യത്തിൽ ഉത്തരവിൽ ഒന്നും പറയുന്നില്ല. അടച്ച തുക തിരികെ നൽകില്ലെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചത്. ഒറ്റപ്പാലം പള്ളം ഭാഗത്തെ താമസക്കാർക്ക് റെയിൽവേ പാത മുറിച്ചു കടക്കാതെ സഞ്ചരിക്കാൻ സംവിധാനമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയും സർക്കാരിനെ സമീപിച്ചു. ചെറുവാഹനങ്ങൾ പോകും വിധം മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാരിനെ സമീപിച്ചത്. റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പുഴയ്ക്കും ഇടയിലായി പള്ളം ഭാഗത്തുള്ള ആളുകൾക്ക് സുരക്ഷിതമായി റെയിൽവേ പാളം മുറിച്ചു കടക്കാനോ വാഹനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങൾ സ്ഥിരമായി നടക്കുന്ന മേഖലയായതിനാൽ റെയിൽവേ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ തുടങ്ങിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് റെയിൽവേയുമായി ചേർന്ന് പദ്ധതി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭ സർക്കാരിനെ സമീപിച്ചത്. പാളം ഉള്ളതിനാൽ നഗരസഭയ്ക്ക് ഇവിടേക്ക് വഴിയൊരുക്കാൻ ആവില്ല. നിലവിൽ പ്രദേശത്തെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ കരാറുകാർ ഏറ്റെടുക്കാത്ത സാഹചര്യമുണ്ട്. പാളം മുറിച്ചു കടന്ന് നിർമ്മാണ സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുപോകുന്നതിനുള്ള നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് റെയിൽവേയിൽ നിന്നും ലഭിക്കാത്തതും നഗരസഭയ്ക്ക് തലവേദനയാണ്. പാലം വരുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. 30ഓളം വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. നിലവിൽ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും അടുത്തായി RS റോഡ് അവസാനിക്കുന്ന പ്രദേശത്തു കൂടി പാളം മുറിച്ചു കടന്നാണ് ആളുകൾ പള്ളത്തെത്തുന്നത്. പാളം മുറിച്ചു കടക്കുന്ന ഇടത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടത് മോഷണം പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കാൽനട മേൽപ്പാലം, കാൽനട യാത്രയ്ക്കുള്ള അടിപ്പാത തുടങ്ങിയ ഏതെങ്കിലും സംവിധാനം ഒരുക്കാൻ ആകുമോ എന്ന സാധ്യതാ പഠനം റെയിൽവേ തുടങ്ങിയെങ്കിലും എങ്ങും എത്തിയില്ല. കൊപ്പം വളാഞ്ചേരി പാതയിലെ കൈപ്പുറത്ത് പാചകവാതകവുമായി എത്തിയ ലോറി മറിഞ്ഞു. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 10:45 അപകടം. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് പാചകവാതകവുമായി വരികയായിരുന്നു ലോറി. കൈപ്പുറത്ത് വെച്ച് മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ റോഡരികിലേക്ക് ഇറങ്ങിയ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പാചകവാതക ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ടായി. കൊപ്പം പോലീസും പട്ടാമ്പി, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകളും സ്ഥലത്തെത്തി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു. തുടർന്ന് പാചകവാതക സിലിണ്ടറുകൾ മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം ലോറി റോഡരികിൽ നിന്നും നീക്കി.
പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിവിധ റേഷൻ കടകളിൽ ജില്ലാ സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാറും സംഘവും പരിശോധന നടത്തി. AAY BPL കാർഡുകളിൽ ഉൾപ്പെട്ടവർക്കായുള്ള മസ്റ്ററിംഗ് സൗകര്യങ്ങളാണ് പരിശോധിച്ചത്. വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ വിവിധ റേഷൻ കടകളിലാണ് സിവിൽ സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. മസ്റ്ററിംഗ് സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. മുഴുവൻ റേഷൻ കടകളിലും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാർ പറഞ്ഞു. PH റേഷൻ കാർഡ് ഉടമകളും അവരുടെ റേഷൻ കാർഡ് കടയിൽ ചെന്നിട്ട് ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ എല്ലാ റേഷൻ കടക്കാരും ഏർപ്പെടുത്തേണ്ടതാണ്. അത് അതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 7 കടകളിൽ പരിശോധന നടത്തി. എല്ലാ കടകളിലും വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം തീയതി വരെയാണ് ഈ KYC ഇത് നടന്നുകൊണ്ടിരിക്കുക. പലയിടത്തും നെറ്റ് കണക്ഷൻ സംബന്ധിച്ച വേഗതക്കുറവ് അനുഭവപ്പെട്ടു. വ്യാഴാഴ്ചയാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത്. വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ K ദേവദാസൻ പറഞ്ഞു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഏതാനും ചില കടകളിൽ റേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ താമസം വന്നിട്ടുണ്ടെങ്കിലും അതിപ്പോൾ നേരെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പല കടകളിലും ഈ ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ കൂടി വെക്കുന്നുണ്ട്. ഈ സാധാ സമയം കൂടാതെ തന്നെ വൈകുന്നേരങ്ങളിൽ, അത് കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ ഇങ്ങനെ തുടങ്ങിയവർക്കൊക്കെ ഈ അധ്യയന സമയങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അവർക്ക് പ്രത്യേകം 4 മണി മുതൽ രാത്രി 8 മണി വരെ പ്രത്യേകം ക്യാമ്പുകളും പല കടകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതും കൂടി ജനങ്ങൾ പ്രയോജനപ്പെടുത്തും കൂടി അറിയിക്കും. പരാതികൾക്ക് ഇട നൽകാതെയും ആളുകൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി സുഗമമായി മസ്റ്ററിംഗ് നടത്തണമെന്നും മുഴുവൻ റേഷൻ വ്യാപാരികൾക്കും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷനിംഗ് ഇൻസ്പെക്ടർ രാജേഷ് അയനികുത്ത്, P പ്രദീപ്, MS ദിനേശ് കുമാർ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. 3 കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം ഒക്ടോബർ 5 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വെർച്വലായാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒക്ടോബർ 5 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെർച്വലായി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA, നഗരസഭാ ചെയർമാൻ P ഷാജി തുടങ്ങിയവർ പങ്കെടുക്കും. 13,923 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. കിലയാണ് നിർവഹണ അതോറിറ്റി. ജില്ലാ പഞ്ചായത്ത് LSTD ആണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചത്. കരാറുകാരൻ അബ്ദുൽ ഗഫൂറിന്റെ ചുമതലയിൽ 15 മാസം സമയം കൊണ്ടാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 18 ക്ലാസ് മുറികൾ, ഓഫീസ്, ഹാൾ, 13 ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട്. 3 കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 5 ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 10 മണിക്ക് വെർച്വലായാണ് മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തുന്നത്. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളും ശനിയാഴ്ച തുടങ്ങും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിലെ അടിസ്ഥാന വികസന ലക്ഷ്യം വെച്ചാണ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കിഫ്ബിയുടെ 3 കോടി രൂപ ധനസഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുക. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെർച്വലായി നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA പങ്കെടുക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികളും ശനിയാഴ്ച തുടങ്ങും. വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങുന്നത്. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ സ്വാഗത സംഘം ചെയർമാനും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KT അഫ്സൽ പ്രകാശനം ചെയ്തു. 2 ദിവസത്തെ സ്കൂൾ കലോത്സവവും KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ആളുകളുടെ മനസ്സിലേക്ക് ഇത്രയും പെട്ടെന്ന് ഇടിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് കല എന്ന് പറയുന്നത്. PTA പ്രസിഡന്റ് സയ്യിദ് ആലിക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, പ്രിൻസിപ്പാൾ മീര നായർ, പ്രധാന അധ്യാപിക ബിന്ദു PS, SMC ചെയർമാൻ സക്കീർ ഹുസൈൻ, വൈസ് ചെയർമാൻ കബീർ പാറൽ, PTA വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി, മദർ PTA പ്രസിഡന്റ് നസീറ, ലിനു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ടെലിവിഷൻ റിയാലിറ്റി ഷോ താരവും
മ്യൂസിക് കമ്പോസറുമായ വൈകാസ് വരവീണ മുഖ്യാതിഥിയായിരുന്നു. ധനക് എന്ന പേരിൽ നടക്കുന്ന 2 ദിവസത്തെ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. दयापरि निरंतरी जगज्जननी विशालाक्षी सखिये മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് നഗരസഭയിൽ മഹാശുചീകരണ യജ്ഞവും നഗര സൗന്ദര്യവൽക്കരണവും നടത്തി. അഡീഷണൽ സെഷൻസ് ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ മറ്റു നഗരസഭകളെ അപേക്ഷിച്ച് ശുചിത്വത്തിലും സൗന്ദര്യത്തിലും മണ്ണാർക്കാട് നഗരസഭ ഏറെ മുന്നിലാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാനെയും കൗൺസിലർമാരെയും സെക്രട്ടറി തുടങ്ങി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ജഡ്ജി ജോമോൻ ജോൺ അഭിനന്ദിച്ചു. ഇവിടെ ഈ മണ്ണാർക്കാട് നഗരസഭ മുന്നോട്ട് വെച്ചിരിക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെയും മാലിന്യ മുക്തി യജ്ഞത്തിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ എനിക്ക് മുന്നേ പ്രസംഗിച്ച സ്വാഗത പ്രസംഗകനും അധ്യക്ഷനും വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ മണ്ണാർക്കാടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഈ മണ്ണാർക്കാടിൻ്റെ മണ്ണിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, മറ്റ് ജില്ലകളിലെ പല മുനിസിപ്പാലിറ്റിയേക്കാളും വളരെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു നഗരസഭയായിട്ടാണ് എനിക്ക് മണ്ണാർക്കാട് നഗരസഭയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രസീത, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷെഫീഖ് റഹ്മാൻ, കെ ബാലകൃഷ്ണൻ, മാസിദ സത്താർ, വത്സലകുമാരി, ഹംസ കുർവണ്ണ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അബൂബക്കർ, നഗരസഭാ കൗൺസിലർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ വിദ്യാലയങ്ങളിലെ NCC, NSS, JRC കേഡറ്റുകൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, കുടുംബശ്രീ, ഹരിത, ആശാപ്രവർത്തകർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA പാലക്കാട് ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി VS ബിന്ദു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA പാലക്കാട് ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്.
ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി VS ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അടുക്കള പണിയിൽ നമ്മുടെ അധ്വാനം പോലെ നമ്മൾ പറയുന്നത് അടുക്കള പണിയിൽ എന്ത് ജോലി? ഒരു പണിയില്ലല്ലോ, നമുക്ക് ഒരു പണിയില്ലല്ലോ അല്ലെ, വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ചരിത്രപരമായി പിന്തള്ളിക്കളയാണ് സ്ത്രീകളെ. അധ്വാനത്തിന്റെ ആ ലേബർ, തൊഴിലിന്റെ മൂല്യത്തെ ഇല്ലാതാക്കി, അടുക്കളയിൽ പണിയുന്ന ആ മൂല്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീകളെ എന്ത് ചെയ്യുന്നു? സൈഡിലൈൻ ചെയ്യും. ഇതിനൊക്കെയുള്ള എല്ലാ പരിഹാരങ്ങളും അല്ല എമാ കമ്മിറ്റി. KSTA ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷയായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K പ്രഭാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ഗീത, L ഉമാമഹേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. V വിജയം സ്വാഗതവും EN അനുജ നന്ദിയും പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമി അംഗം ശ്രീജ പള്ളത്തിന്റെ തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചിത്രപ്രദർശനവും നടന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. 8 ഭവനരഹിതർക്ക് വീട് നൽകാൻ പീപ്പിൾസ് വില്ലേജ് ഒരുങ്ങുന്നു. പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തു സക്കാത്ത് കേരളയും സംയുക്തമായി പെരിന്തൽമണ്ണ പാണമ്പിയിൽ 8 ഭവനരഹിത കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നു. മണ്ണാർക്കാട് സ്വദേശി നാലകത്ത് അഹമ്മദ് സൗജന്യമായി നൽകിയ 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബൈത്തു സക്കാത്ത് ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിത കുടുംബങ്ങളിൽ നിന്ന് അപേക്ഷ വാങ്ങി അർഹത മാനദണ്ഡങ്ങൾ കണക്കാക്കിയാണ് 8 കുടുംബങ്ങളെ തെരഞ്ഞെടുത്തത്. 8 ലക്ഷം രൂപ വരെയാണ് ഒരു വീടിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പീപ്പിൾസ് വില്ലേജ് എന്ന പേരിൽ പ്രാദേശിക കമ്മിറ്റിയുടെയും ഗുണഭോക്താക്കളുടെയും വിഹിതം കൂടി ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താഴേക്കോട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന സ്ഥലം പദ്ധതിക്ക് വേണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള 4ാമത്തെ പീപ്പിൾസ് വില്ലേജും ബൈത്തു സക്കാത്ത് കേരളയുടെ സഹായത്തോടെയുള്ള 8ാമത്തെ വില്ലേജുമാണ് പാണമ്പിയിലേത്. നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ 4-ന് വൈകിട്ട് 5 മണിക്ക് ബൈത്തു സക്കാത്ത് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7-ന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തും. ഷിഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ P ഉണ്ണീൻ വീടുകളുടെ നറുക്കെടുപ്പ് നടത്തും. ഡോക്ടർ നഹാസ് മാള അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് OP ഖാലിദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് AT ഷർഫുദ്ദീൻ, പ്രോഗ്രാം കൺവീനർ CS മുഹമ്മദ് അലി, ഏരിയ സമിതി അംഗങ്ങളായ PT അബൂബക്കർ, AT ഷംസുദ്ദീൻ, സാജിദ് തുടങ്ങിയവർ പങ്കെടുത്തു. DJ ഉണ്ടെങ്കിൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്ന മണ്ടന്മാരാണ് SFIക്കാരെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിലെ MSF ഫ്ലാഗ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടരുന്ന വസന്തം നിൽക്കാത്ത പോരാട്ടം എന്ന മുദ്രാവാക്യമുയർത്തി മണ്ണാർക്കാട് MSF നിയോജക മണ്ഡലം കമ്മിറ്റി MES കല്ലടി കോളേജിൽ ഫ്ലാഗ് മാർച്ച് സംഘടിപ്പിച്ചു. DJ സൗണ്ട് കേൾപ്പിച്ച് 10 വോട്ട് നേടാമെന്ന ധാരണ ഈ തിരഞ്ഞെടുപ്പോടെ തീരുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പറഞ്ഞു. വർത്തമാനകാലത്തിൽ DJ സൗണ്ട് വോട്ടാകുമെന്ന് കരുതുന്ന മണ്ടന്മാരുടെ പേരാണ് SFI എന്നും സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഒരു DJയുടെ വെളിച്ചം, വലിയ സൗണ്ട് ഉണ്ട്, DJ ഉണ്ട്, മിന്നുന്ന വെളിച്ചമുണ്ട് എന്നിട്ട് SFIയുടെ ജില്ലാ നേതാവ് പ്രസംഗിക്കാൻ. ഇത് ആഘോഷിക്കേണ്ട കാലാണ്. നിങ്ങൾക്ക് ആഘോഷിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ആരുടെ അഭിമാനത്തിലാണ് SFIയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഫ്രസ്ട്രേഷന്റെ പേരിൽ അവർ വിലയിട്ടത്? ആരുടെ അഭിമാനത്തിലാണ്? ഒരു DJയുടെ സൗണ്ടിൽ 10 വോട്ട് കിട്ടുന്നവരാണ് വിദ്യാർത്ഥികൾ നിങ്ങൾ ധരിച്ചുവെങ്കിൽ നിങ്ങളെ തികത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കോ. DJ ഉണ്ടായാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരുപക്ഷ മണ്ടന്മാർ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസിന് ലൈറ്റ് ഉണ്ടായാൽ അതിന് വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നവർ, നിങ്ങൾ DJ വെച്ചാൽ ഞാൻ പറയട്ടെ, MSFകാർ വന്ന് DJ ആസ്വദിക്കും, പാട്ട് ആസ്വദിക്കും. പക്ഷെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോ അത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് വകതിരിവുള്ള വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്താൻ. കുന്തിപ്പുഴയിൽ ആരംഭിച്ച മാർച്ചിന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലയൻ പതാക കൈമാറി. കല്ലടി MES കോളേജ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങിൽ
MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സഫ്വാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങലേരി, KU ഹംസ, ഇർഷാദ് കൈതച്ചിറ, MT അസ്ലം, ഹുസൈൻ കോളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. വെട്ടത്തൂർ കാപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 3.9 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നജീബ് കാന്തപുരം MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. കാപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 3.9 കോടി രൂപ ചിലവിലാണ് ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നജീബ് കാന്തപുരം MLA കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. നമ്മുടെ കാപ്പ് പോലെയുള്ള പ്രദേശത്തെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കിടയിലാണ്. നമ്മുടെ ഭാവിയാണ് ഈ നാടിന്റെ ഭാവി എന്ന് പറയുന്നത്. നിങ്ങളുടെ മാറ്റമാണ് ഈ നാടിന്റെ മാറ്റം എന്ന് പറയുന്നത്. അത് ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകണം. ഏറ്റവും നല്ല പ്രസ്റ്റീജിയസ് ആയ സ്ഥാപനങ്ങളിൽ ഭാവിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ സംഘാടകർ തന്നെ വലിയ തിരക്കിലാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് സ്കൂളിനായി നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ താമരത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT ജയ, വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, KC സുബ്രഹ്മണ്യൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P സക്കീർ ഹുസൈൻ, KP രമേശ് കുമാർ, KM ഉബൈദുള്ള, മുഹമ്മദ് നഈം, അസ്മാബി തലാപ്പിൽ, അനിൽ ഒറവിങ്ങൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ P വേണുഗോപാൽ, PTA പ്രസിഡന്റ് PV ഷംസുദ്ദീൻ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടത്തൂർ. പാണ്ടിക്കാട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് അംഗങ്ങൾക്കായുള്ള ക്യാമ്പ് എടപ്പറ്റ പുളിയക്കോട് നടന്നു. DCC പ്രസിഡന്റ് VS ജോയി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പാണ്ടിക്കാട് മഹിളാ കോൺഗ്രസ് അംഗങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനവികാരം എതിരായിട്ടും സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ സ്ത്രീ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അസാധ്യമാകുമെന്നും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് VS ജോയി പറഞ്ഞു. ഏറ്റവും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനത്തെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഫോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ കുടുംബശ്രീയാണ്, ആശാവർക്കർമാരാണ്, അംഗനവാടി ടീച്ചർമാരാണ്, പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഈ മേഖലയിൽ ശക്തമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. നമ്മൾ ജയിച്ച സ്ഥലങ്ങളിലൊക്കെ ഈ മേഖലകളിലൊക്കെ നമുക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അതുകൊണ്ട് ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലാതെ ആ പറയുന്ന പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഫോഴ്സിന്റെ ശക്തിയെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയാതെ ഇനി കേരളത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ല. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിനെ നമ്മൾ കെട്ടഴിച്ചു വിട്ടത്. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം 280 ബ്ലോക്കിലും പോയത്. ക്യാമ്പിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K കബീർ ക്ലാസ് എടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് പാണ്ടിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് T സാരിത അധ്യക്ഷത വഹിച്ചു. പാണ്ടിക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് B ജോർജ് മാത്യു, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ ചിത്ര പ്രഭാകരൻ, ജില്ലാ പ്രസിഡന്റ് ഷെഹർബാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിരമിച്ച സൈനികന് ജനകീയ സ്വീകരണം നൽകി. ഇന്ത്യൻ ആർട്ടിലറി റെജിമെന്റിൽ ഹവീൽദാർ തസ്തികയിൽ നിന്ന് വിരമിച്ച കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിലെ EV രാജേഷിനാണ് മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും നാട്ടുകാരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകിയത്. മേലാറ്റൂരിൽ ട്രെയിനിറങ്ങിയ രാജേഷിനെ ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഇരിങ്ങാട്ടിരിയിലേക്ക് ആനയിച്ചത്. ഇരിങ്ങാട്ടിരിയിലെ എളയച്ചൻ വീട്ടിൽ ബാലകൃഷ്ണൻ വിശാലാക്ഷി ദമ്പതികളുടെ മകനായ
രാജേഷ് 16 വർഷത്തെ സേവനത്തിനു ശേഷമാണ് വിരമിച്ചത്. കഴിഞ്ഞ ദിവസം മേലാറ്റൂരിൽ ട്രെയിനിറങ്ങിയ രാജേഷിന് മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും നാട്ടുകാരും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PM ഗോപകുമാർ ഹാരാർപ്പണം നടത്തി. തുടർന്ന് ഇരിങ്ങാട്ടിരി നിലമ്പതി ക്ലബ്ബും നാട്ടുകാരും ചേർന്ന് ഘോഷയാത്രയോടെ ജന്മനാട്ടിലേക്ക് ആനയിച്ചു. തുടർന്ന് ഇരിങ്ങാട്ടിരി ജീനിയസ്, പുന്നക്കാട് ശ്രുതി, ഭവനംപറമ്പ് മൈത്രി എന്നീ ക്ലബ്ബുകളും ഭവനംപറമ്പ് ക്ഷേത്ര കമ്മിറ്റിയും രാജേഷിന് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. OK സൽമാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ C പ്രമീള, NT ഫൗസിയ, CM സുനിൽ, അനിൽ പ്രസാദ്, TK ജംഷീർ, ഫാദർ ജോർജ് ആലുമൂട്ടിൽ, മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ സന്തോഷ് മേലാറ്റൂർ, ശ്രീകുമാർ മേലാറ്റൂർ, ജാഫിർ മേലാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ വീട്. ജീവൻ കയ്യിൽ പിടിച്ച് വീട്ടിൽ കഴിഞ്ഞിരുന്നത് 3 കുട്ടികളും അച്ഛനും അമ്മയും. കുടുംബത്തിന്റെ ദുരിത ജീവിതം കണ്ട് പ്രദേശത്തെ ക്ലബ്ബ് കുടുംബത്തിന് വീട് പുതുക്കി പണിത് നൽകി. അലനല്ലൂർ പട്ടല്ലൂർ പടിയിലുള്ള കുടുംബത്തിന്റെ വീട് അയ്യപ്പൻകാവിലെ വോൾക്കാനോ ക്ലബ്ബാണ് നവീകരിച്ചത്. കാറ്റും കോളും വന്നാലും സ്നേഹവീട്ടിൽ ഭയമില്ലാതെ ഇനി ഇവർക്ക് അന്തിയുറങ്ങാം. ക്ലബ്ബ് കോർഡിനേറ്റർ നാസർ കളത്തിൽ, ക്ലബ്ബ് ചാരിറ്റി വിംഗ് കോർഡിനേറ്റർ കരീം അലനല്ലൂർ എന്നിവർ യാദൃച്ഛികമായാണ് 3 മാസം മുന്നേ വീടിന്റെ ശോചനീയാവസ്ഥ അറിഞ്ഞത്. ഏതു നിമിഷവും നിലം പതിക്കാറായ സ്ഥിതിയിലായിരുന്നു വീട്. കൂലിപ്പണിക്കാരനായ ഗൃഹനാഥന് വീട് പുതുക്കി പണിയുക എന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഇവർ വീടിന്റെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവരമറിഞ്ഞ ഓരോ അലനല്ലൂർക്കാരനും സഹായവുമായി എത്തി. സാമ്പത്തികമായ പിന്തുണയേക്കാൾ ഇവർ ആവശ്യപ്പെട്ടത് നിർമ്മാണ സാമഗ്രികളായിരുന്നു. കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ 3 മാസം കൊണ്ട് വീട് നിർമ്മിക്കാൻ സാധിച്ചു. അടുക്കള, 2 കിടപ്പുമുറി, ഹാൾ എന്നിവ അടങ്ങുന്നതാണ് വോൾക്കാനോ നിർമ്മിച്ച സ്നേഹവീട്. ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താറിന് വീടിന്റെ താക്കോൽ കൈമാറി. ഓരോ പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് അവിടെ ക്രിയാത്മകമായ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ വോൾക്കാനോ ക്ലബ്ബ് വളരെ ഭംഗിയായി ഏറ്റെടുത്തു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇത്തരം പ്രവർത്തനങ്ങളിലുള്ള ഒരു കൂട്ടം ആളുകളുടെ അധ്യക്ഷ, അപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. കാരണം ഇത് തന്നെയാണ് ഓരോ നാടിന്റെയും ആവശ്യം. കാരണം ക്ലബ്ബ് കോർഡിനേറ്റർ നാസർ കളത്തിൽ, ചാരിറ്റി വിംഗ് കോർഡിനേറ്റർ കരീം അലനല്ലൂർ, യൂസഫ് പാക്കത്ത്, റഷീദ് അലായൻ, പാലിയേറ്റീവ് കെയർ ചെയർമാൻ ശശിപാൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, സിനാൻ തങ്ങൾ, ക്ലബ്ബ് പ്രസിഡന്റ് P ഷാഹിദ് അലി, സെക്രട്ടറി C ലാലു, ട്രഷറർ സാലിം സിദ്ദിഖി, വിഷ്ണു അലനല്ലൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 വർഷം മുന്നേയും സമാന സ്ഥിതിയിലുള്ള കുടുംബത്തിന് ക്ലബ്ബ് വീട് വെച്ച് നൽകിയിരുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തല മാലിന്യമുക്തം നവകേരളത്തിനായി എന്ന ജനകീയ ക്യാമ്പയിൻ അലനല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്നു. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉദ്ഘാടനം ചെയ്തു. മഹിളാ പ്രധാൻ ഏജന്റുമാർ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരണ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ ഇനം ചെടികൾ സ്ഥാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷനായി. തുടർന്ന് ശുചിത്വ പ്രതിജ്ഞയും എടുത്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസിന അക്കര, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O നാരായണൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K ബുഷറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം തുടങ്ങിയവർ പങ്കെടുത്തു. കുലിക്കല്ലൂർ മപ്പാട്ടുകര നരിമടക്കുന്ന് ക്ലീനാക്കി കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും പൊതുപ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് മപ്പാട്ടുകര ആനക്കൽ നരിമടക്കുന്നിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ദിനേന നിരവധി സഞ്ചാരികൾ എത്തുന്ന നരിമടക്കുന്നിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് മലിനമായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം ഹരിത ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി പറഞ്ഞു. പുറമത്ര കുലിക്കല്ലൂർ പഞ്ചായത്തിലെ പുറമത്ര മപ്പാട്ടുകര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒട്ടനവധി ആളുകളാണ് ഈ പ്രദേശത്ത് ദിവസേന ഈ മലമുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് പോണത്.
അതുകൊണ്ട് തന്നെ ഈ പ്രദേശമാകെ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ, അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ അടങ്ങുന്ന ഒരു സംഘം ഇന്നിവിടെ കയറിയിട്ട് ഈ ഒക്ടോബർ 2-ാം തീയതി ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അത്തരം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം കൂടി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കുക കൂടിയാണ് ഈ ഒരു പരിപാടിയോടുകൂടെ ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഉറവിടത്തിൽ തരംതിരിക്കണമെന്നും അഴുകുന്ന മാലിന്യം ജൈവവളമാക്കി മാറ്റണമെന്നുമുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്. മാത്രമല്ല അജൈവ മാലിന്യം കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും മണ്ണാർക്കാട് റോട്ടറി ക്ലബിന്റെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി പർവം 2024 പരിപാടി സംഘടിപ്പിച്ചു. എൻ ഷംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. LP UP വിഭാഗം ഗാന്ധി ക്വിസ് മത്സരം, പ്രസംഗം, ആൽബം നിർമ്മാണം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രസംഗ മത്സരം എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. മണ്ണാർക്കാട് ഉപജില്ലയിലെ 16 വിദ്യാലയങ്ങളിൽ നിന്നായി 110 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി. പ്രമുഖ ഗാന്ധിയനും എഴുത്തുകാരനുമായ ഡോക്ടർ ആർസു മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലടി അബൂബക്കർ, പ്രിൻസിപ്പൽ MP സാദിഖ്, പ്രധാനാധ്യാപകൻ ശ്രീധരൻ പേരഴി, PTA പ്രസിഡന്റ് KT അബ്ദുള്ള, മാനേജർ കല്ലടി അബ്ദുൾ റഷീദ്, പ്രോഗ്രാം കൺവീനർ CP വിജയൻ, ബാബു അലായൻ, N ഹബീബ് റഹ്മാൻ, KP നൌഫൽ, TM അയ്യപ്പദാസൻ, KPM സലീം തുടങ്ങിയവർ പങ്കെടുത്തു. മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും MLA നിർവഹിച്ചു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നവംബർ 17-18 തീയതികളിലായി പൂക്കോട്ടുകാവിൽ വെച്ച് നടക്കും. ഏരിയ സമ്മേളനത്തിന് ആവശ്യമായ വിഭവ സമാഹരണം ജനകീയമായി സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1500-ലധികം വീടുകളിലായി ഒക്ടോബർ 5-ന് മുമ്പായി നൽകുന്ന ഹുണ്ടികകൾ വഴി ശേഖരിക്കുന്ന തുക ഉപയോഗിച്ച് സമ്മേളനം നടത്തുന്നതിനാണ് സംഘാടക സമിതി ലക്ഷ്യമിടുന്നത്. 1 മാസക്കാലം കൊണ്ട് വീടുകളിൽ ഹുണ്ടിക വഴി ശേഖരിക്കുന്ന തുക നവംബർ 1 പ്രവർത്തകർ ശേഖരിക്കും. ഹുണ്ടിക വിതരണത്തിന് കാട്ടുംകുളത്ത് സി രാധാകൃഷ്ണന്റെ വീട്ടുമുറ്റ യോഗത്തിൽ വെച്ച് തുടക്കമായി. സംഘാടക സമിതി കൺവീനർ P അരവിന്ദാക്ഷൻ, ചെയർമാൻ K ജയദേവൻ, AK ശീലാദേവി, S അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ എടുത്തു നോക്കിയാൽ നമ്മൾ അത്ര വലിയൊരു പ്രസ്ഥാനമൊക്കെയല്ല വരണം. കാരണം നമ്മുടെ പ്രദേശത്ത് മലയാളികൾ വലിയ വികാരമായി നിൽക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ 3 വർഷം കൂടുമ്പോഴുള്ള ഒത്തുചേരലുകളാണ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു പ്രവർത്തന വഴികളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നത് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത നടത്തുന്നതോടൊപ്പം ഒന്ന് പിന്തിരിഞ്ഞു നോക്കി നമ്മൾ എന്താണ് ചെയ്തത് എന്നതും ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ തന്നെ ഒന്ന് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കലാണ് നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത്. പാർട്ടി ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ആ 15 ആളോ 20 ആളൊന്നും അല്ല പാർട്ടി. എന്നാൽ അതില്ലെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഇത് അതിന് കഴിഞ്ഞ് വിടുവോ? ഇപ്പൊ ഈ സ്കെൽട്ടൻ നല്ല കരുത്തുണ്ടാവണം. അത് നമ്മുടെ പാർട്ടി സംഘടനയാണ്, ബ്രാഞ്ചാണ്, ലോക്കൽ കമ്മിറ്റിയാണ്, ഏരിയ കമ്മിറ്റിയാണ്, എന്താ വെച്ചാൽ ഈ സാധനങ്ങളാണ്. അതിനെ മൂടി നിൽക്കണ ഈ കവറിങ് ഉണ്ടാവണം. ഗാന്ധി ജയന്തി ദിനത്തിൽ ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മാതൃകാ പ്രവർത്തനം നടത്തിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ഇത്തവണ ഗാന്ധി ജയന്തി ദിനം ആഘോഷമാക്കിയത്. നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരം യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കി. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. യൂണിറ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ യൂത്ത് വിങ്,
വനിതാ വിംഗ് പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം, ട്രഷറർ KT സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് MV മുജീബ്, സെക്രട്ടറിമാരായ VP മുഹമ്മദ് റാഫി, C ഹസൻ ബാവ, വനിതാ വിംഗ് പ്രസിഡന്റ് E പ്രീത, സെക്രട്ടറി നജ്മ, ട്രഷറർ സരസ്വതി തുടങ്ങിയവരും നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വയോജനങ്ങളെ ആദരിച്ചു. ലക്കിടി മുളഞ്ഞൂർ അംഗൻവാടിയുടെയും 2ാം വാർഡ് വികസന കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ആദരം നൽകിയത്. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ പൊന്നാട അണിയിച്ചു. അംഗൻവാടി ടീച്ചർ K ഉഷ എന്നിവർ നേതൃത്വം നൽകി. അംഗൻവാടിയിൽ കുട്ടികൾക്കും അമ്മമാർക്കും പായസ വിതരണവും ഉണ്ടായി. CPM നേതാവായിരുന്ന PK സുധാകരൻ മാസ്റ്റർ വിട പറഞ്ഞിട്ട് 1 വർഷം. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ PK സുധാകരൻ മാസ്റ്റർ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തരുകുലം അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു PK സുധാകരൻ മാസ്റ്റർ. പിന്നിട്ട വഴികളിലെല്ലാം തന്റെ സ്വതസിദ്ധമായ ശൈലിയും പ്രവർത്തന മികവും കൊണ്ട് പ്രസിദ്ധനായ സുധാകരൻ മാസ്റ്റർ ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വളർച്ചയിലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. PK സുധാകരൻ മാസ്റ്ററുടെ 1ാം ചരമദിനത്തിലാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചത്. ചളവറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകൾ നക്ഷത്രങ്ങളെ പോലെയാണ്. ചിലപ്പോൾ തെളിഞ്ഞും ചിലപ്പോൾ മറഞ്ഞും ജീവിത ചക്രവാളത്തിൻ്റെ വിദൂര സീമയിൽ അവ നിലകൊള്ളും. പകൽ വെളിച്ചത്തിൻ്റെ ദൂസര സമൃദ്ധിയിൽ മങ്ങിപ്പോയവ പലതും ഇരുൾ പടരുമ്പോൾ മായിക ശോഭയോടെ തെളിഞ്ഞു വരും. ചക്രവാതങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന അഴിമുഖങ്ങളിലെ വിളക്കുമാടം പോലെയാവും അപ്പോൾ അവയുടെ നിൽപ്പ്. ജീവിതത്തിൻ്റെ മറുകരയിലേക്കുള്ള ക്ഷണപത്രങ്ങൾ. മറ്റു ചിലവയാകട്ടെ കാലഗതിയിൽ എന്നേക്കുമായി കെട്ടുപോകും. അങ്ങനെയൊന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ നേർത്ത അടയാളം പോലും അവശേഷിപ്പിക്കാതെ ഓർമ്മയിലെ തമോഗർത്തങ്ങളാണവ. ഇനിയും ചിലതാകട്ടെ ഏത് വെളിച്ചത്തിലും അതിനേക്കാൾ തെളിച്ചത്തോടെ തെളിഞ്ഞു നിൽക്കും. ഓർമ്മകളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. എന്തിനാണ് ഒരാളെ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ന് ജില്ലയിലെമ്പാടും സുധാകരൻ മാഷെ അനുസ്മരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, അത് സുധാകരൻ മാഷ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ അനുസ്മരണങ്ങൾ സുധാകരൻ മാഷ് അറിയുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ സുധാകരൻ മാഷെ അനുസ്മരിക്കുന്നത്? ഓർമ്മകൾക്ക് പല ഭാവങ്ങളുണ്ടാവും. ഒന്ന് വ്യക്തിപരമായ ഭാവങ്ങളുണ്ടാവും. അപ്പം എനിക്ക് സുധാകരൻ മാഷുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളും അടുപ്പങ്ങളും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് സുധാകരൻ മാഷ് മുന്നോട്ട് വെച്ച പ്രസ്ഥാനത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ബന്ധപ്പെട്ട ഓർമ്മകൾ ഉണ്ടായിരിക്കാം. അതിനപ്പുറം നീങ്ങി നിൽക്കുന്ന ഓർമ്മകളും ഉണ്ടായിരിക്കും. സുധാകരൻ മാഷ് ഈ കാലത്തിലേക്ക് നീക്കിവെച്ച ചില ചിന്തകൾ, ചില പ്രവൃത്തികൾ. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തരുകുലം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യൻ അല്ലേ, ഈ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യൻ്റെ ഒരാണ്ട് പൂർത്തീകരിക്കുന്ന ദിനമാണ്. 1 വർഷമായി, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ മരണപ്പെട്ട പിന്നെ കാണില്ലല്ലോ അല്ലേ? നമ്മൾ ശാസ്ത്രം പറഞ്ഞില്ലേ, നേരത്തെ അശ്വതിയൊക്കെ പാടിയല്ലോ. ശാസ്ത്രത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളെ കാണില്ല. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആളെ കണ്ടാൽ ചിരിക്കുക അല്ലേ? പ്രസൻ്റ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമ്മളിൽ എന്തുണ്ടാവണം? പുഞ്ചിരി ഉണ്ടാവണം. ചിരി നിർബന്ധ. ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോഴും ചിരിക്കണം, മനസ്സിലായില്ലേ? ക്ലാസ്സിൽ നിന്ന് പോകുമ്പോഴും ചിരിക്കണം. ഇപ്പം 2 തരം ചിരികളില്ല, ആക്കിയ ചിരി പാടില്ല. നല്ല ചിരി കേട്ടോ, നല്ല ചിരികൾ എല്ലാവരിലും ഉണ്ടാവണം. എന്താ? നമ്മളിവിടെ ഉണ്ട് എന്നുള്ളതിന് ഒരു പ്രതീകമാണ് ചിരി. നമ്മുടെ പ്രിയപ്പെട്ട മാഷ് അത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. മാനേജർ V ഗോവിന്ദരാജൻ, പ്രിൻസിപ്പാൾ KB സുനിൽ രാജ്, C ഉണ്ണികൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് സുദിന, P ഉണ്ണിയൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു സുധാകരൻ മാഷ്. ഈ സ്കൂളിന് എന്തൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം തന്നെ മാഷുടേതായ ഒരു കയ്യൊപ്പ് പതിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വരുന്ന 1998 അന്ന് സംസ്ഥാനത്തൊട്ടാകെ എയ്ഡഡ് സ്കൂളുകൾക്ക് വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചളവറയെ പോലെ പിന്നോക്കം അവസ്ഥയിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ വരണം എന്ന ഒരു കൃത്യമായൊരു ഇച്ഛാശക്തിയുടെ പ്രേരണയിൽ മാഷ് അതിന് ശ്രമിക്കുകയും അങ്ങനെയാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കോഴ്സുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2013 പിന്നീട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സ് വരുന്നത്. അതും മാഷുടെ കൃത്യമായ ഇടപെടലുകളോടുകൂടിയാണ് ഈ വിദ്യാലയത്തിൽ ആ കോഴ്സും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല, ചളവറ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ അത് സുധാകരൻ മാഷ് സ്കൂൾ എന്നാണ് പൊതുവെ ജില്ലയിൽ എല്ലായിടത്തും അറിയപ്പെടാറുള്ളത്. അങ്ങനെ ജില്ലയിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു മാഷ്. അതിപ്പോൾ വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തായാലും ഒക്കെ തന്നെ മാഷ് ജില്ലയിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. അൽസലാമ കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും നടന്നു. ഇ.ടി. മുഹമ്മദ് ബഷീർ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെയാണ് ആദരിച്ചത്. രോഗികളായ അംഗങ്ങളുടെ സ്നേഹസംഗമവും ഇതോടൊപ്പം നടന്നു. 60ാം വാർഷികത്തിന്റെ ഭാഗമായി ബാങ്ക് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായാണ് മുതിർന്നവരെ ആദരിക്കലും സംഗമവും സംഘടിപ്പിച്ചത്. 70 വയസ്സിന് മുകളിലുള്ള 400ഓളം പേർ സംഗമത്തിൽ എത്തിയിരുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന പരിപാടി ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ സംഗതി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ക്യാമ്പയിൻ ആണെങ്കിൽ അത് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇത് പെൻഷൻ സംഗമം കൂടിയാണ്. അപ്പൊ ആ വിധത്തിലുള്ള വളരെ പ്രതിയാത്മകമായ വളരെയധികം പരിഗണനാർഹമായിട്ടുള്ള ഈ ദൗത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ബാങ്കിനെ ആത്മാർത്ഥമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നമ്പ്യാർപടി ഇവന്റ് കൺവെൻഷൻ സെന്ററിലാണ് സംഗമം നടന്നത്. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യാതിഥിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി PS സലീം, KPCC സെക്രട്ടറി V ബാബുരാജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് MR ചന്ദ്രൻ, അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബു, മുനിസിപ്പൽ കൗൺസിലർമാരായ കൃഷ്ണപ്രിയ, ജാഫർ പതത്ത്, അൽസലാമ കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി മുണ്ടോടൻ, ഡയറക്ടർ നാസർ ചോലക്കൽ, ബഷീർ നാലകത്ത്, അരഞ്ഞിക്കൽ ആനന്ദൻ, CV സദാശിവൻ, ബാങ്ക് ഡയറക്ടർമാരായ C അബ്ദുൽ നാസർ, മമ്മി ചേരിയിൽ, ഹനീഫ പടിപ്പുര, സെമീർ വടക്കേതിൽ, മൊയ്തു കിഴക്കേതിൽ, V അജിത് കുമാർ, സുരാദേവി, റജീന അൻസാർ, സുൽഫത്ത് ബീഗം എന്നിവർ സംസാരിച്ചു. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ സീസൺ 4-ൽ 2ാം സ്ഥാനം നേടിയ അബിൻ കൃഷ്ണയെ ചടങ്ങിൽ അനുമോദിച്ചു. അൽസലാമ കണ്ണാശുപത്രിയുടെ സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് നടന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഇടപ്പള്ളി അങ്കണവാടിയിൽ 33 വർഷം സേവനമനുഷ്ഠിച്ച് വിരമിച്ച പ്രേമകുമാരി ടീച്ചർക്ക് നാടിന്റെ സ്നേഹാദരവ്. യാത്രയയപ്പ് പരിപാടി ഇടപ്പള്ളി അങ്കണവാടിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. ഒരു അംഗൻവാടി ടീച്ചർ ഏറ്റവും പ്രാദേശികമായി നമ്മുടെ കുടുംബത്തിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രായമാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ അംഗൻവാടിയുമായി ബന്ധമുണ്ട് നമുക്ക്. എന്നാൽ പോലും 3 to 6 വയസ്സ് വരെ നമ്മുടെ കുട്ടികളെ നമ്മൾ അച്ഛനമ്മമാര് സംരക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും അവരുടെ മക്കളെ അവർ ഇത്ര സ്നേഹിക്കുകയും നോക്കിയിട്ടുണ്ടാവില്ല, സംരക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സ്വന്തം മക്കളെക്കാളിലും നമ്മുടെ ഇവിടുത്തെ എല്ലാ വീട്ടിലെയും കുടുംബങ്ങളിലെയും കുട്ടികളെ അത്രത്തോളം സ്നേഹിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ അംഗൻവാടി ടീച്ചറുടെയും ഉത്തരവാദിത്തമാണ്. വാർഡ് മെമ്പർ C ജയശ്രീ അധ്യക്ഷത വഹിച്ചു. പാർത്തല അങ്കണവാടി വർക്കർ K രാധ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ K രഘുനാഥ്, C സത്യൻ, ആശാ വർക്കർ ലക്ഷ്മിക്കുട്ടി, ഹെൽപ്പർമാരായ മിനി K, ശശികല P, അമൃത C, K വിഷ്ണുമോഹൻ, M പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രേമകുമാരി ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. 33 വർഷം അങ്കണവാടിയുടെ വികസനത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാ വിഭാഗം സഹപ്രവർത്തകരോടും
പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോടും ALMSC അംഗങ്ങളോടും നാട്ടുകാരോടും നന്ദിയും കടപ്പാടും അറിയിച്ചു. 8 വർഷത്തോളം പാലക്കാട് പഞ്ചായത്തിൽ വർക്ക് ചെയ്തു. ഇവിടെ പൊന്നമ്മ ടീച്ചർ മാറി പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി. നമ്മുടെ അപ്പച്ചനാണ് എനിക്ക് ഇതിവിടെ ശരിയാക്കി തന്ന. കുറേ ബുദ്ധിമുട്ടി, എന്നാലും അപ്പച്ചൻ എനിക്കിവിടെ അടുത്തല്ലേ കുട്ടി, കുറേ ഓർഡർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞവര് ഇവിടെ എനിക്ക് പോസ്റ്റിന് ശരിയാക്കി തന്നു. അന്ന് മുതൽക്ക് 10-25 കുട്ടികൾ, അതേപോലെ തന്നെ നല്ലൊരു സെന്റർ അല്ല, ഇടിഞ്ഞു പൊളിഞ്ഞത് പറമ്പിൽ നെല്ലൊന്നും. അന്ന് നമുക്ക് വിറകിനും എല്ലാത്തിനും ഓടി നടക്കണം. നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വേശച്ചിക്ക് അറിയാം. വേശയ്ക്ക് അവിടുന്ന് വരുമ്പോൾ ഒക്കത്ത് വെച്ച് കൊണ്ടുവരും അവിടുന്ന് കുട്ടികളെ. ഒരു കുട്ടി ഒക്കത്ത് ഉണ്ടാവും, 2-3 കുട്ടികൾ പിന്നാലെ. നല്ല വിഷമത്തിൽ തന്നെയാണ് നല്ല പ്രവർത്തനം അവരൊക്കെ വേശച്ച് പ്രവർത്തിച്ച് വേശച്ച് വിളിക്കുകയും ചെയ്തു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൈകോർത്ത് നിൽക്കാം വർഗീയതയ്ക്കെതിരെ സെമിനാർ സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിൽ നടന്ന സെമിനാർ K. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. MK ദേവി അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി B. രാജേഷ്, C. സുജിത്, C. ശരത്, റിജോ MP തുടങ്ങിയവർ സംസാരിച്ചു. കടം വാങ്ങി പിന്നെ ഒന്നിനും മാർഗമില്ലാണ്ട് പ്രസിഡന്റിന്റെ കൊട്ടാരം കൊള്ളയടിച്ചിട്ട് കിണ്ടി കോളാമ്പി ഒരാൾക്കാർ കേട്ടുണ്ട്. ഓരോരുത്തരും സോഫയെ കയറ്റാറുണ്ട്. അപ്പൊ ചിലർക്ക് സ്പൂൺ അടിക്കുന്നു, ചിലര് കയ്യിൽ മടാള് അരിവാള് കിട്ടിയതും വെച്ചോ. എവിടുന്ന്? ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ദേശ സുരക്ഷാ പ്രതിജ്ഞയെടുക്കുകയും ഗാന്ധി സ്മൃതി യാത്ര നടത്തുകയും ചെയ്തു. സമാപന സമ്മേളനം ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് PP വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷത വഹിച്ചു. BN കൃഷ്ണൻ, പാലാങ്കുഴി മണികണ്ഠൻ, വിനോജ് V, രാജൻ കല്ലമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വരുന്ന തലമുറയെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഗാന്ധി വിജ്ഞാന സദസ്സുകൾ നടത്തിക്കൊണ്ട്, ഗാന്ധി സദസ്സ് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ സത്യസന്ധമായ വഴികളിലൂടെ, ജനാധിപത്യ സംവിധാനത്തിലൂടെ, മതേതര സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ ഗാന്ധി ജയന്തി, ഗാന്ധിജിയുടെ 155ാം ജന്മവാർഷിക ദിനത്തിൽ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ പിന്മുറക്കാരായിട്ടുള്ള നമുക്ക് കഴിയണം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാറ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും സത്യപ്രതിജ്ഞയും നടന്നു. 31 ബൂത്തുകളിലെ 24 ബൂത്തുകളിലെ പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് KK സാജൻ കൂടാതെ ബൂത്ത് ചാർജുള്ള ബ്ലോക്ക് ഭാരവാഹികളും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ഭരിക്കുന്ന ചെർപ്പുളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ BJP. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ലക്ഷക്കണക്കിന് രൂപ അർബൻ ബാങ്കിലൂടെ കടത്തിയെന്ന് സന്ദീപ് വാര്യർ. ബാങ്ക് ഭരണസമിതിയുടെയും അയ്യപ്പൻകാവ് ഭരണസമിതിയുടെയും ഒത്താശയോടെയാണ് തട്ടിപ്പെന്നും അന്വേഷണം വേണമെന്നും സന്ദീപ് വാര്യർ. BJP പറയുന്ന അക്കൗണ്ട് നിലവിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് അയ്യപ്പൻകാവ് ദേവസ്വം. സംസ്ഥാനത്തെ നഗരസഭകളിൽ വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. കുടിശ്ശികയായ നികുതി ഗഡുക്കളാക്കി അടയ്ക്കാം. പിഴപ്പലിശ അടച്ചവർ എന്തു ചെയ്യണമെന്ന ഉത്തരവിലില്ല. റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പുഴയ്ക്കുമിടയിലുള്ള ഒറ്റപ്പാലം പള്ളം ഭാഗത്തെ ആളുകളുടെ യാത്രാ ദുരിതം. പാത മുറിച്ചു കടക്കാതെ പോകാൻ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും സർക്കാരിനെ സമീപിച്ചു. പദ്ധതിക്ക് റെയിൽവേയും കനിയണം. പെരിന്തൽമണ്ണ പാണമ്പിയിൽ 8 ഭവനരഹിതർക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകും. പീപ്പിൾസ് വില്ലേജ് എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. കൊപ്പം വളാഞ്ചേരി പാതയിൽ കൈപ്പുറത്ത് പാചകവാതക ലോറി മറിഞ്ഞ അപകടം. വാതകം ചോരാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.